യുവാവിന്റെ വയറ്റിൽ MDMA കണ്ടെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടത്തിയ സ്കാനിംഗിലാണ് കണ്ടെത്തിയത്. ആരട്ടുംചാൽ സ്വദേശി ഫായിസ് ആണ് MDMA വിഴുങ്ങിയത്. പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവേ കയ്യിലുണ്ടായിരുന്ന MDMA വിഴുങ്ങുകയായിരുന്നു. വിശദാംശങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. നേരത്തെ നമുക്ക് സമാനമായൊരു സംഭവമുണ്ട്. വിഴുങ്ങിയത് പോലീസിനെ കണ്ട് ഭയന്ന് ഈ MDMA വിഴുങ്ങുകയായിരുന്നല്ലോ. ഈ സംഭവത്തിൽ എങ്ങനെയാണ്, ഉള്ളിൽ എത്ര ഗ്രാമോളം MDMA വിഴുങ്ങിയിട്ടുണ്ട്, എത്ര സമയമായി, ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? മോത്തി, ഗുഡ് മോർണിംഗ്. മോത്തി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ആഴ്ച മുൻപാണ് കോഴിക്കോട് സമാനമായ രീതിയിൽ മൈക്കാവ് സ്വദേശിയായിട്ടുള്ള ഒരു ഷാനിദ് MDMA വിഴുങ്ങി, കൂട്ടത്തിൽ കഞ്ചാവും കണ്ടെത്തി അങ്ങനെ മരണപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇപ്പോഴിതാ ഇന്നലെയാണ് താമരശ്ശേരിയിലെ അരേറ്റുംചാലിൽ സ്വദേശിയായിട്ടുള്ള ഫായിസ് MDMA വിഴുങ്ങിയതായിട്ട് നാട്ടുകാർ ഒരു സംശയം ഉന്നയിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ആദ്യം താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുവന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിലെ ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് വയറ്റിൽ MDMAയുടെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തുന്നത്. ആദ്യഘട്ടത്തിൽ CT സ്കാൻ എടുത്തു. അങ്ങനെ CT സ്കാനിൽ ഒരു തരി പോലെ എന്തോ ഒന്ന് വയറ്റിലുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അത് ആ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാനായിരുന്നില്ല. പിന്നീടാണ് എൻഡോസ്കോപ്പി അടക്കമുള്ള പരിശോധനകളിലേക്ക് കടന്നത്. അങ്ങനെ കുറച്ചുകൂടെ പരിശോധന നടത്തിയ സമയത്താണ് വയറ്റിൽ MDMAയുടെ സാന്നിധ്യമുണ്ട്, MDMA തന്നെയാണ് എന്ന് മനസ്സിലായത്. പക്ഷേ ഇത് എത്ര ഗ്രാം ഉണ്ട് എന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇത് ഓപ്പറേറ്റ് ചെയ്ത് ഇനി പുറത്തെടുക്കണം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇത് പുറത്തേക്ക് എടുക്കണം എന്നുള്ള ഒരു കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എന്നും അറിയുന്നു. അതായത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് താമരശ്ശേരിയിലെ അരേറ്റുംചാലിലെ വീട്ടിൽ ഫായിസ് വലിയ രീതിയിൽ ബഹളമുണ്ടാക്കുകയും പ്രകോപനമായ രീതിയിൽ കുടുംബത്തിലെ ഭാര്യയോടും കുഞ്ഞിനോടും ഒക്കെ സംസാരിക്കുന്നു. വേണ്ടി വന്നാൽ ഭാര്യയെയും കുഞ്ഞിനെയും തൻ്റെ മാതാപിതാക്കളെയും കൊല്ലുമെന്ന് ബഹളമുണ്ടാക്കി ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ അവിടെ ഓടിക്കൂടി. അങ്ങനെ നാട്ടുകാരാണ് താമരശ്ശേരി പോലീസിനെയൊക്കെ വിവരം അറിയിക്കുന്നത്. താമരശ്ശേരി പോലീസ് അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഫായിസ് ചെറുപ്പക്കാരനാണ്, ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ ഓടി രക്ഷപ്പെടുന്നതിനിടയ്ക്കാണ് കയ്യിലുണ്ടായിരുന്ന എന്തോ ഒന്ന് ഇയാൾ വായിലിട്ട് വിഴുങ്ങി എന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചത്. അത് MDMA ആണ് എന്ന ഒരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുന്നു. അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അത് അദ്ദേഹത്തിന് ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോവാതെ, വലിയ പ്രശ്നത്തിലേക്ക് പോവാതെ അതിനെ പുറത്തെടുക്കുക എന്നുള്ളതാണ് കാര്യം. അത്തരം പരിശോധനകളും അത്തരം കാര്യങ്ങളും നടന്നു വരികയാണ്. മോത്തി, നേരത്തെ ഷാനിദ് മരിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് MDMA മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കഞ്ചാവും എത്തിയിരുന്നു. അങ്ങനെ അത് പരിശോധിച്ച സമയത്ത് മനസ്സിലാക്കിയൊരു കാര്യം, കഞ്ചാവിൻ്റെ പൊതി അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. അതോടൊപ്പം മറ്റൊരു പൊതിയിൽ രാസലഹരി ഉണ്ടായിരുന്നു. ആ രാസലഹരി ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുമായി ലയിച്ചു, അതുമായി പരന്നുപോയി. അങ്ങനെ അതായിരുന്നു മരണകാരണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ പോസ്റ്റ്മോർട്ടത്തിൽ അത് MDMA ആണോ, അതായത് ലയിച്ച് അത് വേറെ രൂപത്തിലേക്ക് മാറിയത് കൊണ്ട് തന്നെ അത് MDMA ആണോ അതോ രാസലഹരിയുടെ അളവ് വളരെ കൂടുതലാണെങ്കിൽ അത് ആരോഗ്യത്തെ കാര്യമായി ബാധിക്കില്ലേ? ഒരു കൃത്യ സമയത്തിന് ശേഷം വീണ്ടും അത് വയറിൽ തുടരുക എന്ന് പറയുന്നത് ആരോഗ്യനില അപകടകരമായി കൊണ്ടുപോകുന്ന തരത്തിലല്ലേ? മോദി, തീർച്ചയായിട്ടും. അതായത് MDMAയുടെ അളവ് തന്നെയാണ് വലിയ പ്രശ്നം. ഇതിൻ്റെ അളവ് വലിയ രൂപത്തിലുണ്ടെങ്കിൽ, വലിയ അളവാണ് എങ്കിൽ ഒരു പക്ഷേ അത് മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ ആ രീതിയിൽ ഇല്ല എന്ന് പറയുന്നു. ആ രീതിയിലേക്ക്, വലിയ അളവിലേക്ക് ഇത് പോയിട്ടില്ല എന്നാണ് ഒരു പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതെടുത്ത് പുറത്തെടുക്കണം, അതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. നേരത്തെ ഷാനിദിൻ്റെ കാര്യത്തിൽ പക്ഷേ ഈ രാസലഹരി മാത്രമായിരുന്നില്ല, കൂടെ കഞ്ചാവും ഒക്കെ ഉണ്ടായിരുന്നു. അത് ആ രീതിയിലുള്ള പരിശോധന നടത്താൻ വൈകിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് അത് ആന്തരികാവയവങ്ങളുമായി ലയിച്ച് അത് മരണത്തിലേക്ക് പോയ ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇക്കാര്യത്തിൽ പ്രാഥമികമായി നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ അളവിലില്ല. ഒരു പക്ഷേ പുറത്തെടുത്താൽ ഇദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചു വരുമെന്നാണ് കരുതുന്നത്. എന്തായാലും അത്തരം പരിശോധനകൾ നടക്കുകയാണ്. ശരി, ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.